നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ബാഴ്സലോണ ആരാധകർ കാത്തിരുന്ന ആ വാർത്തയെത്തി. ഗാവിക്ക് പ്രശ്നമില്ല, സന്തോഷ വാർത്തയാണ്. ഗാവിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നതാണ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് ബാഴ്സലോണ അറിയിക്കുന്നത്. ഇന്നലെ എൽച്ചയ്ക്കെതിരെയുള്ള കളി കഴിയുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വന്നിരുന്ന സൂചനകളൊക്കെയും ആദ്യം കണ്ട അത്ര സീരിയസ് അല്ല വിഷയമെന്നാണ് ഹൻസി ഫ്ലിക്ക് ഇന്നലെ പറഞ്ഞ. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് പ്രശ്നമുള്ളത്, കൂടുതൽ അസസ്മെൻറ്റുകൾ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. ഇപ്പോൾ അസസ്മെൻറ്റുകളൊക്കെ നടത്തി ഗാവി ഓക്കെ ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ തീരെ പരിക്കില്ല എന്ന് എന്നല്ല, ഒരു ബ്രൂയിസ് ഉണ്ട്. അധികം വൈകാതെ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തുമെന്ന് ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുന്നു. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യം നോക്കാം. ഗാവി ഹാസ് നോ സീരിയസ് ഇഞ്ചുറി, ബാഴ്സലോണ സ്റ്റേറ്റ്മെൻറ്റ് കൺഫേം. അപ്പം അദ്ദേഹത്തിന് സീരിയസ് ഇഞ്ചുറീസ് ഇല്ല. ഗാവിക്ക് ഒരു നോക്കാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് നീയിൽ ഇന്നലത്തെ കളിയുടെ സമയത്ത് ലഭിച്ചത്. മെഡിക്കൽ ടെസ്റ്റ് നടത്തി, അതിൽ നിന്ന് ഇന്ന് രാവിലെ നടത്തിയ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതൊരു ബ്രൂയിസ് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളില്ല. സോ ഹീസ് എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ടു ട്രെയിനിങ് ഷോർട്ട്ലി. അധികം വൈകാതെ തന്നെ താരം ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒഫീഷ്യലായിട്ട് FC ബാഴ്സലോണ തന്നെ അറിയിക്കുന്നു. സോ ആശങ്ക ഒഴിയുകയാണ്. ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ഗാവി വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ്. ബാഴ്സയുടെ അടുത്ത മത്സരം വരുന്നത് 28-ാം തീയതിയാണ്, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് ബാഴ്സയുടെ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.